എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഈ യാത്ര പോകുന്നത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ ബേബി ഷവർ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അവളുടെ പേര് കൃഷ്ണേന്ദു എന്നാണ്. ഞങ്ങൾ 8th മുതൽ ഒരുമിച്ച് പഠിച്ചത്. ഞങ്ങൾ ഡിഗ്രി മുതലാണ് ബെസ്റ്റ് ഫ്രണ്ട്സ് ആയത്. ഞങ്ങൾ 4 പേരായിരുന്നു. ഞാൻ, കൃഷ്ണേന്ദു, പരിചിത, സുസ്മിത. ഈ വീഡിയോയിൽ വൈറ്റ് കളർ ടോപ്പ് ഇട്ടതാണ് സുസ്മിത. പരിചിത നാട്ടിലാണ്. ഞങ്ങൾ 3 പേരും ബാംഗ്ലൂരും, അവൾ മാത്രം നാട്ടിൽ പെട്ടുപോയി. അവളിപ്പോൾ അവളുടെ സെക്കൻഡ് ഡെലിവറി ഡേറ്റ് എടുത്തിട്ടിരിക്കുകയാണ്. ഇവർ രണ്ടുപേരും ഏകദേശം ഒരേ ടൈം തന്നെയാണ്. ട്രാവൽ ചെയ്യേണ്ടെന്ന് ഡോക്ടർ പറഞ്ഞത് കാരണം അധികം ഡെലിവറി ബാംഗ്ലൂർ തന്നെ ആയിരിക്കും കൃഷ്ണേന്ദുവിൻ്റെ. സോ ഞങ്ങൾ ഇവിടെ അടുത്ത് ക്ലോസ് ആയിട്ടുള്ളവർ മാത്രം അറ്റൻഡ് ചെയ്ത ഒരു ചെറിയൊരു ഫംഗ്ഷൻ ആയിരുന്നു കേട്ടോ അത്. ഞാനും സുസ്മിത ഫാമിലി, പിന്നെ നിർമ്മൽ കൃഷ്ണേന്ദുവിൻ്റെ ഹസ്ബൻഡ്, അവൻ്റെ ഫ്രണ്ട് ഗൂഗിൾ ഫാമിലി, ആളുടെ വൈഫും ആളുടെ കുട്ടി ഉണ്ടായിരുന്നു. സിംഗി പിന്നെ പോയപ്പോൾ മുതൽ കൃഷ്ണേന്ദുവിൻ്റെ അമ്മയുടെ കയ്യിൽ തന്നെ ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. കിളിയായി കുറുകാൻ താരത്തൂവൽ മിനയാം നനയാം നീരാടിയാടും നിറസന്ധ്യയിൽ. ബാംഗ്ലൂർ ഇങ്ങനൊരു സെറ്റപ്പ് ഉണ്ട് കേട്ടോ. അതായത് നമുക്കൊരു 2 മണിക്കൂർ 3 മണിക്കൂർ നേരത്തിന് ചെറിയൊരു പ്രൈവറ്റ് പാർട്ടി പോലെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണിത്. അവർ തന്നെ ഫോട്ടോഗ്രാഫർ അറേഞ്ച് ചെയ്ത് തരും. വണ്ടുലഞ്ഞ മല പോലെ വാർനിലാവിലിതൾ പോലെ. ഇതൊരു ബേബി ഷവർ ഫംഗ്ഷൻ ആകുമ്പോൾ കുറച്ച് പേര് പെൺകുട്ടിയായിരിക്കും തോന്നും, കുറച്ച് പേർക്ക് ആൺകുട്ടിയാണ് തോന്നും. നമ്മൾ എന്താണോ തോന്നുന്നത് നമ്മൾ അതിൻ്റെ ആ ഒരു ബാഡ്ജ് പിടിച്ചിട്ടാണ് കേട്ടോ നിന്നുണ്ടായിരുന്നത്. പിന്നെ ഇവൾ ഓൾറെഡി വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്താണ് തോന്നുന്നത് എന്നുള്ളത് വീഡിയോയിൽ പറയണം എന്ന് പറഞ്ഞിട്ട് അത് ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് പേര് ഗേൾ ബേബി ആണെന്ന് പറഞ്ഞത്, കുറച്ച് പേര് ബോയ് ബേബി എന്ന് പറഞ്ഞവരും ഉണ്ടായിരുന്നു. ഞാനതിൽ ബോയ് ബേബിക്കായിരുന്നു എനിക്ക് തോന്നുന്നത്. എനിക്ക് മനസ്സിൽ തോന്നുന്നു നമുക്ക് ആൺകുട്ടിയായിരിക്കും എന്നാണ് തോന്നുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ സുസ്മിത കേട്ടോ, എൻ്റെ ഫ്രണ്ട്. ഞങ്ങൾ വളഞ്ഞ വകയിലൊരു കസനായിട്ടും വരും. ഞങ്ങൾ 3 പേര് ഏകദേശം അടുത്തടുത്തായത് കാരണം തന്നെ ഞങ്ങൾക്ക് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മീറ്റ് ചെയ്യാൻ പറ്റുന്ന കാരണം ഞാൻ വലിയൊരു ലക്കായിട്ട് കേട്ടോ. കാരണം ഞങ്ങൾ ഏകദേശം ഒരേ സ്ഥലത്ത് വന്ന് പെട്ടത് കാരണം നമുക്ക് ആ കോളേജിലത്തെ ഫ്രണ്ട്ഷിപ്പ് ഇപ്പോഴും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. പിന്നെന്താ ഇടയ്ക്ക് നമുക്ക് ബോറടിച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് അവിടേക്ക് പോകാലോ എന്നുള്ള ഒരാളുള്ള കാരണം നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ഒരു കോടി സൂര്യമണി തേടി തെളിവാനിൽ മെല്ലെ ഉയരാൻ വാ. ശിശിരം പകരും പനിനീർ മഴയിൽ വെറുതെ നനയുമ്പോ അമ്മയ്ക്ക് പ്രാണവായന മകൾക്ക് വീണവായന എന്ന് പറഞ്ഞ പോലെയാണ്. അവളവിടെ അത് കുറച്ചിങ്ങനെ ക്ഷീണിച്ചിട്ടിരിക്കുന്ന സമയത്ത് ഞാൻ ആ സമയം കൊണ്ട് വേഗം നല്ല ബാക്ക്ഗ്രൗണ്ട് ഇട്ടിപ്പോൾ ഒരു റീലെടുത്തു. ഇതാണ് സെറ്റപ്പ് കേട്ടോ. അപ്പോൾ ഒരു സൈഡിൽ ഞങ്ങളുടെ റൂമായിരുന്നു, ഇതാ കാണുന്നതായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയ ഞങ്ങൾ സെലക്ട് ചെയ്തൊരു റൂം എന്ന് പറയുന്നത്. നമുക്ക് ഇവിടെ വെച്ചിട്ടൊക്കെ കുറേ ഫോട്ടോസ് എടുക്കാൻ പറ്റും കേട്ടോ. പക്ഷെ എന്താ വെച്ചാൽ അവർ ടൈം ലിമിറ്റിന് കറക്റ്റ് നമ്മൾ എക്സിറ്റ് ആവണം. പിന്നെ അവിടെയൊക്കെ ഇഷ്ടംപോലെ അവിടെ ഒരു 3 റൂമുകളും കൂടി ഉണ്ട് കേട്ടോ. ഒരു കളർ ബേസിൽ നമുക്കിപ്പോൾ വാലന്റൈൻസ് ഡേ ആണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു റൊമാൻറ്റിക് ആണെന്നുണ്ടെങ്കിൽ റെഡിൻ്റെ ഉണ്ടായിരുന്നു. ഇതൊരു ഡാർക്ക് ബ്ലൂ തീമായിരുന്നു. പിന്നെ അതേപോലെ ഒരു യെല്ലോ തീം ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എന്താണോ വേണ്ടത് നമുക്കത് സെലക്ട് ചെയ്യാം. ഞങ്ങൾ കഴിഞ്ഞിട്ട് നേരെ പോയിട്ട് പിസ്സ ഹട്ടിലേക്കായിരുന്നു കേട്ടോ. സിങ്കിക്ക് ഞാൻ ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് കുറച്ച് നേരം ഞാൻ ഓർക്കാൻ ശ്രമിച്ചപ്പോൾ നടന്നില്ല. അപ്പോൾ വിഘ്നേഷ് ചേട്ടൻ അവിടുന്ന് പുറത്തുനിന്ന് ഉറക്കിയും കൊണ്ടിരിക്കുകയായിരുന്നു അവനെ.
ഒരുവിധം എല്ലാവർക്കും പിസ്സ ഇഷ്ടമായത് കാരണം ഞങ്ങൾക്ക് കഴിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. കൃഷ്ണേന്ദുവിൻ്റെ അമ്മയും പിന്നെ അങ്ങനെ ഇന്നത് വേണ്ട ഇന്നതേ കഴിക്കൂ എന്നുള്ള ആ ഒരു ഇതൊന്നുമില്ല. ആളും എല്ലാം ഈ പറഞ്ഞ പോലെ ട്രൈ ചെയ്യണ കൂട്ടത്തിൽ തന്നെ ആയിരുന്നു. പിന്നെ ഓർഡർ ചെയ്തിട്ട് എത്താൻ ചെറിയൊരു ഡിലേ ആയത് കാരണം ഞങ്ങൾക്ക് ചെറിയതായിട്ട് സമയം വൈകി എന്നുള്ളത് ഒഴിച്ച് കഴിഞ്ഞാൽ ബാക്കി എല്ലാം അടിപൊളിയായിരുന്നു. പിന്നെ നിർമ്മൽ പിന്നെ ആ കാര്യത്തിലൊക്കെ എല്ലാവർക്കും കറക്റ്റായിട്ടില്ല, എല്ലാവർക്കും കറക്റ്റായിട്ട് ഉണ്ടാവണം എന്നുള്ളതൊക്കെ നോക്കി കുറേ പിന്നെയും എക്സ്ട്രാ അവൻ ഓർഡർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. തിരിച്ചു പോകുമ്പോൾ ഞങ്ങൾ ക്യാബിലാണ് പോയിട്ടുണ്ടായിരുന്നത്. വരുമ്പോൾ ഞങ്ങൾ ഓട്ടോയിൽ വന്നതുകൊണ്ട് തന്നെ അവനത് കഴിഞ്ഞിട്ട് ചെറിയൊരു പനിയും ജലദോഷമൊക്കെ ഉണ്ടായിരുന്നു 2 ദിവസം. അപ്പം എന്തായാലും നല്ലൊരു പരിപാടിയായിരുന്നു.